ഹലോ, ഇന്ന് ഞാനൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമുക്ക് ചായക്കൊപ്പം കഴിക്കാനോ ഗസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കാനോ പറ്റിയ ഒരു ഐറ്റമാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്കിപ്പോൾ ആവശ്യമുള്ള പച്ചരി, ഞാനിപ്പോൾ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. അതൊരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ കുതിർത്താൽ മതി. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കഴുകി വാരിയിടാം. ഇട്ടതിന് ശേഷം അതിലേക്ക് തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് അളവില്ല. എത്ര തേങ്ങ ചേർത്താലും അത് അത്രയും നല്ലതാണ്. തേങ്ങ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒരു 1/2 സ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർക്കുക. ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈൻ പേസ്റ്റായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കൂടുതൽ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. കാരണം നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട. ഈ കൺസിസ്റ്റൻസിയിൽ തന്നെ ആദ്യം മാവ് അരച്ചെടുക്കണം. ഇനി നമ്മൾ മധുരത്തിൻ്റെ സാധനം കൂടി ചേർക്കുന്നതാണ്. പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും ഇതുപോലെ അരിഞ്ഞ് ചെറുതാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര പൊടിച്ചിട്ട് അതിൽ ഒരു 3 അല്ലെങ്കിൽ 4 സ്പൂൺ വെള്ളം മതി. 1/2 ഗ്ലാസ് വെള്ളം തികച്ച് വേണ്ട. അതൊഴിച്ചിട്ട് പാനിക്ക് അങ്ങോട്ട് വയ്ക്കുക, പാനി കാച്ചാനായിട്ട്. എന്നിട്ട് ഒരു ചെറിയ പാത്രത്തിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അത് മുക്കാലോളം മൂപ്പായി വരുന്ന സമയത്തേക്ക്, അത്രയും മൂപ്പായി വരുമ്പോഴേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ഉള്ളി ഒരു പിടിയോളം ഉള്ളി എടുക്കുക. നമ്മുടെ അരി എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ച് ഉള്ളിയുടെ അളവ് കൂട്ടണം, തേങ്ങയുടെ അളവും കൂട്ടണം. ഞാൻ 1 ഗ്ലാസ് അരി ആയതുകൊണ്ടാണ് ഇത്രത്തോളം ആക്കിയത്. അത് ഈ പരുവത്തിൽ കരിയാതെ സിമ്മിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഉള്ളിയുടെ നല്ല മണം വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ആ തിളയ്ക്കുന്ന ചൂടോടെ തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മാവിലേക്ക് ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മാവ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തിളച്ച ശർക്കര പാനിയാണ് ചേർക്കുന്നത്, അവിടെ കട്ടിയാകാതിരിക്കാൻ. അപ്പോൾ ശർക്കര പാനിയും ചേർത്ത് മാവും കൂടെ ആകുമ്പോൾ അതായത് ഈ പരുവത്തിൽ തന്നെ നമ്മുടെ മാവിരിക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു മണത്തിനും ടേസ്റ്റിനുമായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് അപ്പത്തിന് നമ്മൾ കലക്കുന്ന മാവിനേക്കാൾ കുറച്ചുകൂടെ ലൂസാണിത്. എന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും ഉള്ളിയുടെയും കൂട്ടിൽ നിന്ന് കുറച്ച് ചേർത്തിട്ട് ഞാൻ ഒരു അല്പം മാറ്റി വെച്ച് അത് കോരി ഒഴിക്കുമ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അതൊഴിച്ചത് ആ മാവ് ഇങ്ങനെ പരുവായി. നമുക്കിനി വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നടുക്ക് നല്ല കുഴിയുള്ളൊരു പാത്രമാണ് വെക്കേണ്ടത്. എനിക്കുള്ളിൽ ഈ അപ്പച്ചട്ടിയുള്ളൂ, ഇത്ര കുഴിയുള്ള പാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ കുഴിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, നല്ല ബോളായിട്ട് കിട്ടും. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 തവി മാവ് ഒഴിച്ചു. എന്നിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഉള്ളിയുടെ കൂട്ടിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് കോരി ഒഴിക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം അങ്ങ് സിമ്മിലോട്ട് മാറ്റിയിട്ട് വേണം അടച്ചു വെച്ച് വേവിക്കുക. ഒരു 2 മിനിറ്റ് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് പപ്പടം കുത്തി വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി വെന്തോന്നറിയാവുള്ളൂ. അപ്പോൾ വെന്തെങ്കിൽ നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് മാവ് അതുപോലെ ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ട് മാവ് കോരി ഒഴിക്കാം. മാവ് എത്ര വേണമെന്ന് വെച്ചാൽ ഒഴിക്കാം. 1 സ്പൂണോ 2 സ്പൂണോ. മാവിൻ്റെ അളവ് കൂടുന്തോറും ഇത് വേവാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. ഞാൻ 1-1.5 സ്പൂണൊക്കെ അളവിലേ ഒഴിച്ചോളൂ. അങ്ങനെ ഒഴിച്ചിട്ട് ആണ് ചുട്ടെടുത്തത്. ആ രീതിയിൽ ഒത്തുകൂടെ കുഴിയുള്ള പാത്രമാകുമ്പോൾ കുറച്ചുകൂടെ കുഴിഞ്ഞ് കിട്ടും നമുക്ക്. അത് അങ്ങനത്തെ പാത്രമാണ് കൈവശമുള്ളെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കലത്തപ്പം തയ്യാറാക്കുന്നതിൻ്റെ വേറൊരു മോഡൽ തന്നെയാണിത്. കലത്തപ്പം ഞാൻ തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് അത്രയും റെഡിയായി കിട്ടിയില്ല. അങ്ങനെയാണ് ആ ടേസ്റ്റ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയത്. ഞാൻ 1 ഗ്ലാസ് അരിയിൽ ചുട്ടപ്പോൾ എനിക്ക് ഇത്രയാണ് ചുട്ടെടുക്കാൻ പറ്റിയത്. ഭയങ്കര ടേസ്റ്റിയായി സിമ്പിളായിട്ട് ചുട്ടെടുക്കാൻ പറ്റി. നോക്കി, ഇനി ഞാൻ ഇതിൻ്റെ അകം വളരെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്ര സോഫ്റ്റുമാണ്, ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. കാരണം വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചായക്കടി ഐറ്റം അല്ലേ. ചായക്കൊപ്പമോ അല്ലാതെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.